സുജു, ഗുഡ് മോർണിംഗ്. രാവിലെ മനോഹരമായൊരു വാർത്തയാണ് സുജു നമ്മുടെ മുൻപിലേക്ക് നൽകിയത്. ഒരുപാട് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, തൊഴിൽ ലഭിച്ചവരുടെ ഒരു സ്നേഹം, അവരുടെ മുഖത്ത് വിരിയുന്ന വലിയൊരു ആശ്വാസം, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പുലർച്ചയിൽ ഈ പ്രഭാതത്തിൽ കാണാൻ കഴിയുന്നത്. ഉറപ്പാണ് പത്തനംതിട്ട, വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി. ഇന്നത് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. തീർച്ചയായിട്ടും മനു, ഇന്ന് കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് വിജ്ഞാന കേരള പദ്ധതി. ഇപ്പോൾ കുടുംബശ്രീയും വിജ്ഞാന കേരളവും അതുപോലെ KD സ്കൂൾ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ ചേർന്നുകൊണ്ടാണ് ഈ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചത്. ഇതിൽ പത്തനംതിട്ട ജില്ലയാണ് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. 5000 പേർക്കാണ് പത്തനംതിട്ടയിൽ നിന്ന് മാത്രം ജോലി. പത്തനംതിട്ടയിൽ നിന്ന് ലഭിച്ചത് 5286 പേർക്ക് തൊഴിൽ നൽകി. അതായത് 5000 ടാർഗറ്റ് വെച്ചപ്പോൾ 5286 പേർക്ക് ജോലി നൽകി. പത്തനംതിട്ടയിൽ കുടുംബശ്രീയും ഈ വിജ്ഞാന പത്തനംതിട്ടയും ചേർന്ന് കണ്ടെത്തിയ തൊഴിലുകൾ 8049 തൊഴിലുകളായിരുന്നു. സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതിയുടെ ഭാഗമായി കണ്ടെത്തിയത് 1,21,098 തൊഴിലുകൾ സംസ്ഥാന വ്യാപകമായി കണ്ടെത്തി. ഇതിനോടകം തന്നെ 28,000 പേർക്ക് തൊഴിൽ നൽകി. അതായത് ടാർഗറ്റ് ചെയ്തതിൻ്റെ 1/3 ആളുകൾക്ക് ഇതിനോടകം തൊഴിൽ നൽകാനും സാധിച്ചു. ഈ പദ്ധതിയെപ്പറ്റി ഇപ്പോൾ അതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന തൊഴിൽ ലഭിച്ചവർ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആ യുവാവ്, അതായത് കുടുംബശ്രീയുമായി ചേർന്നെങ്കിൽ കുടുംബശ്രീ ഓക്സിലറി മെമ്പർമാർക്കും ഇതിൽ പങ്കാളിയാകാം. അങ്ങനെയാണ് പുരുഷന്മാർ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാണ്. ഏറ്റവും പ്രധാനത് ഫീസില്ല, രജിസ്ട്രേഷൻ ഫീസില്ല. അവർക്കൊരു വ്യക്തിപരമായ അനുഭവത്തിലേക്ക്, ഞാനൊക്കെ MCOM ഒക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ നിരവധി സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോകേണ്ടതായിട്ട് വരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് രജിസ്ട്രേഷൻ ഫീസില്ല. DWMS ആപ്പ് മുഖേന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങോട്ട് കോൾ വരികയാണ്, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു തൊഴിൽമേള നടക്കുന്നുണ്ട്, അവിടെ പങ്കെടുക്കാം. അവിടെ വന്ന നിരവധി കമ്പനികളാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ റാന്നി MS സ്കൂളിൽ നടന്ന ജോബ് ഫെസ്റ്റിൽ പങ്കെടുത്തപ്പോൾ കേരളത്തിലെ പ്രമുഖ ജുവലറി അല്ലെങ്കിൽ ജുവലറി ഷോപ്പിൻ്റെ വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവാണ്. അവരുടെ HR ഭാഗത്തോട് ചോദിച്ചു, പറഞ്ഞു എത്ര പേര് ഇന്ന് കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ അധികം ആൾ ഇൻ്റർവ്യൂ ചെയ്തു. പക്ഷേ ഇവിടെ മാത്രമല്ല ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ആളുകൾ വന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പല പ്രമുഖ സമാനമായ സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാട്ടി എന്ന് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ ജോബ് ഫെസ്റ്റിന് പോകുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നിരവധി സ്ഥാപനങ്ങൾ മുമ്പിലേക്ക് വരികയാണ്. അപ്പം വലിയ അവസരം സൗജന്യമായി ലഭിക്കുന്നു. മാത്രമല്ല ഇവരെ തേടി ജോലി വീട്ടിലേക്ക് വരികയാണ്. കുടുംബശ്രീ മുഖേന വീട്ടിലെത്തിയാണ് രജിസ്ട്രേഷൻ വേണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സൗകര്യം ഈ യുവാക്കൾക്കെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ കുടുംബശ്രീ മുഖേനയും കുടുംബശ്രീ വിജ്ഞാന പത്തനംതിട്ടയും വിജ്ഞാന കേരളമൊക്കെ ചേർന്ന് നടപ്പാക്കുന്ന ഈ ലോക്കൽ ജോബ് ഫെസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ നമുക്കറിയാം കൊച്ചിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ കൊച്ചിയും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ നമുക്കറിയാം ഈ നിരവധി IT മേഖലയിലേക്ക് ജോബ് അവസരം ഉണ്ടെങ്കിൽ പോലും, തൊഴിലവസരം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, അത് പല കാര്യങ്ങളും, ഇപ്പോൾ വീട്ടിലാരെങ്കിലും വയ്യാതിരിക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാകും. അത്ര സാഹചര്യമുള്ളവർക്ക് വീടിനടുത്ത് തന്നെ ജോലി ലഭിക്കുന്നു എന്ന പ്രത്യേകത ഇതുണ്ട്. എന്തായാലും തോമസ് ഐസക് പ്രഖ്യാപിച്ച പദ്ധതി വൻ വിജയമാണ്. അന്ന് ആ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസർ തലമുണ്ടനം നടത്തിയാണ് ഇതിനോട് പ്രതിഷേധിച്ചത്. ഇന്ന് യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ ജോലിയില്ലാതെ ആരെങ്കിലും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, തോമസ് ഐസക് പ്രഖ്യാപിച്ച ഈ ജോബ് ഫെസ്റ്റിൽ അപേക്ഷ അയച്ച് ജോലി നേടാവുന്നതാണ്. മനു, യൂത്ത് കോൺഗ്രസ്സുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാൾക്ക് എന്തായാലും അവിടെ ഒന്ന് ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. സുജു, അതാണ് ഇപ്പം അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഓഡിയോ ശകലമൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ അങ്ങനെയായിരുന്നു. പിന്നെ മനു പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ട്. ഈ തോമസ് ഐസക് ഈ പദ്ധതി തുടങ്ങുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ല. അതിനൊക്കെ ഏറെ മുമ്പ് തന്നെ തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ്, അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന് പറയുന്നത് മലയാളികളായിട്ടുള്ള ലോകത്തുള്ള എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടുകയും ആ ആളുകൾ, നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് കൂടിയാണ് നമ്മുടെ ഈ പ്രവാസികൾ എന്ന് പറയുന്നത്. പ്രവാസികളുടെ പണം മാത്രമല്ല നമുക്ക് ആവശ്യം, പ്രവാസികളുടെ വലിയ നമുക്ക് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സർവകലാശാലകളിലോ വലിയ കമ്പനികളിൽ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ ആ കഴിവിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. തോമസ് ഐസക് ഈ മൈഗ്രേഷൻ കോൺക്ലേവ് വിളിച്ചു ചേർത്തിട്ട് പ്രധാനമായി ചർച്ച ചെയ്ത് എങ്ങനെ ഇവരുടെ ആ കഴിവിനെ, ഇവരുടെ ആ നമുക്ക് വലിയ റിസോഴ്സ് പേഴ്സൺ എങ്ങനെ ഉപയോഗിക്കാം. അതിലൊന്നായിരുന്നു ഇപ്പം നമ്മൾ കേരളത്തിൽ ജോലി കിട്ടിയവരുടെയാണ് ബൈറ്റ് കാണിച്ചെങ്കിൽ പോലും വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ വലിയ ശമ്പളം നമുക്ക് ഡോക്ടർ ഐസക് നമ്മളോട് പറഞ്ഞിരുന്നു, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു പോയാൽ ഈ പദ്ധതി
അതിനെ സാധ്യമായ എല്ലാ രീതിയിലും വ്യാപിപ്പിക്കുമെന്ന്. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ അവിടെ പരാജയപ്പെട്ടു പോയി. പക്ഷേ എന്നിട്ടും ആ പദ്ധതിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടില്ല. അതിൽ കേരളം മുഴുവൻ കൊണ്ടു നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വിജയമോ ഒന്നുമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സാഹചര്യങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ആ ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ, കാരണം കോൺഗ്രസ്സുകാരും കൂടി ഇപ്പോൾ ഒരു പത്രം വായിക്കാത്തതാണെന്ന് പറഞ്ഞില്ല. അവർ ഈ മൈഗ്രേഷൻ കോൺഗ്രസ് അവർ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽദാനം ജോബ് ഫെസ്റ്റുകൾ അതിന് മുമ്പേ ആരംഭിച്ചതൊന്നും ഒരുപക്ഷെ, കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തോമസ് ഐസക്കിന് പത്തനംതിട്ട കോന്നിയിൽ വാഴമുട്ട് തന്നതിന്റെ ഓർമ്മ ഈ സ്വീകരണം നടക്കുമ്പോൾ ജോലി കിട്ടി വിദേശത്ത് പോകാൻ റെഡിയായി നിൽക്കുന്ന വിസ വന്ന ഒരു യുവാവ് വന്ന മാലയിട്ട് സ്വീകരിച്ചിരുന്നു. നമ്മൾ അവരുടെ വീട്ടിൽ പോയിരുന്നു. 2 സഹോദരങ്ങൾ, വളരെ പാവപ്പെട്ട കുടുംബമാണ്. അവിടുത്തെ 2 സഹോദരങ്ങൾക്കാണ് വിദേശത്ത് ഈ തോമസ് ഐസക് അന്ന് പ്രഖ്യാപിച്ച വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി വഴി ജോലി ലഭിക്കും. അപ്പോൾ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ പോലും വന്ന് എന്ത് ചെയ്യുന്നു, ജോലി ലഭിച്ചവർ മാലയിടുന്നു. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട തോമസ് ഐസക്ക് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ വിജയിക്കുമോ, ഇത്രയധികം തൊഴിൽ നൽകും. തോമസ് ഐസക്ക് പറഞ്ഞ കാര്യമുണ്ട്, ലോകത്തെമ്പാടും കോടിക്കണക്കിന് തൊഴിലുണ്ടായി, അതിൽ നമുക്ക് കുറച്ച് മലയാളികൾക്ക് മേടിച്ചു കൊടുത്താൽ നല്ലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് കുടുംബശ്രീ നമ്മൾ അഭിമാനത്തോടെ പറയുന്നു. ഈ കുടുംബശ്രീയുടെ രൂപീകരണത്തിൽ നിസ്തുലമായ പങ്കാണ് തോമസ് ഐസക്കിനുള്ള. ജനകീയ ആസൂത്രണം, കിഫ്ബി, നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുമ്പം നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ റോഡിൽ നമ്മൾ പത്തനംതിട്ടയെ പോലെ ഒരു മലയോര മേഖലയാണ്, നിരവധി സ്ഥലങ്ങളിലേക്ക് ഒരു ദിവസം യാത്രയുണ്ട്. പലരും ചോദിക്കും നിങ്ങൾക്ക് ക്ഷീണമില്ലെന്ന്. അവരോട് പറയാറുണ്ടായി, ഇപ്പോഴത്തെ തോമസ് ഐസക്കിൻ്റെ കിഫ്ബി റോഡിൽ കൂടെ പോകുമ്പോൾ യാതൊരു ക്ഷീണവും അനുഭവിക്കത്തില്ല, വളരെ കൂളായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇത്തരം പദ്ധതികൾ നോക്കുമ്പോൾ അതിലൊക്കെ തോമസ് ഐസക് എന്ന വ്യക്തിയുടെ വലിയ നിസ്തുലമായ സംഭാവനയുണ്ട്, വലിയ പങ്കുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച ഈ പദ്ധതി, അതിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യമുണ്ടോ, ഒരു നമുക്ക് ഗവൺമെൻറ് ജോലി പി എസ് സി ചെയ്ത് ഗവൺമെൻറ് ജോലി കിട്ടാനൊരു പരിധിയുണ്ട്. അല്ലെങ്കിൽ സർക്കാർ റെക്കോർഡ് നൽകുമ്പോഴും ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്വകാര്യ മേഖലയിലേക്ക് തൊഴിൽ എങ്ങനെ ലഭിക്കണം. അപ്പോൾ ഞാനിപ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ ഒരു സ്വകാര്യ ഫിനാൻസിൽ ജോലി കിട്ടുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് അവിടെ ഒഴിവുണ്ട്. പക്ഷെ എത്ര പേർക്ക് ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്, പലർക്കും മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ആലോചിക്കുക, തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി സ്ഥാപനങ്ങളുണ്ട്, നിരവധി വലിയ ഓഫീസുകളുണ്ട്. പക്ഷെ ഇവിടേക്ക് എങ്ങനെ ആളുകൾ ജോലിക്ക് കയറുന്നു? അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം അത് അവർക്കൊരു അപ്രോച്ചബിളായ ഒരു കാര്യമല്ലായിരുന്നു. കാരണം ഏതെങ്കിലും പത്രങ്ങളിൽ വരുന്ന ഒരു ഒഴിവിൻ്റെ വാർത്ത കണ്ട് നിരവധി ഓഫീസുകളിൽ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം അങ്ങനെയാണ്. അതെല്ലാം ഒഴിവാക്കി കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പറഞ്ഞ രണ്ടാമത്തെ പറഞ്ഞ യുവതി പറഞ്ഞൊരു കാര്യമുണ്ട്, മാർച്ച് മാസം തനിക്ക് കോൾ വരുന്നു, പിന്നീട് ട്രെയിനിങ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം വർക്ക് അറ്റ് ഹോം ജോലി കിട്ടിയിരിക്കുന്നത് IT സെക്ടറിൽ തന്നെ. അതായത് ജോലി ചില ആളുകൾക്ക് ചൂണ്ടിക്കാട്ടും ശരിയായി കാണണം, പലർക്കും മതിയായ വിദ്യാഭ്യാസ യോഗ്യത കാണും, പക്ഷെ അത് കാണത്തില്ല, അവർക്കൊരു എംപ്ലോയബിൾ അല്ല, അവർ ജോലി കിട്ടാനുള്ള ട്രെയിനിങ് കാണത്തില്ല. അപ്പോൾ ചില ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ ട്രെയിനിങ് കൂടെ കൊടുത്താണ് ഇൻ്റർവ്യൂവിലേക്ക് എത്തുന്നത്. അതായത് ഈ ജോബ് ഫെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളെ സംബന്ധിച്ചോളം ഫ്രഷേഴ്സാണ് വരുന്നെങ്കിൽ പോലും ചില ആളുകൾക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൊടുത്താണ് അവരെ എന്ത് ചെയ്യുന്നത്, അഭിമുഖത്തിലേക്ക് എത്തിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദേശ കമ്പനി ഉൾപ്പെടെ പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിൽ പലരും പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെടുന്നത് ചിലരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പ്രശ്നമായിരിക്കാം. അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ക്ലാസ്സുകൾ, പ്രത്യേക അതിനോട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് നൽകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യുവാക്കളെ എല്ലാം തന്നെ ഒരു തൊഴിലെടുക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നു. ഇപ്പം കോളേജ് തലത്തിൽ തന്നെ ഈ വിജ്ഞാന കേരളത്തിൻ്റെ പൈലറ്റ് പദ്ധതി പത്തനംതിട്ട ആരംഭിച്ചു കഴിഞ്ഞു. കോളേജിൽ പോയി 3ാം വർഷ അവസാന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ട്രെയിനിങ് നൽകുന്നു. അവർ പഠനം കഴിയുമ്പോൾ തന്നെ അവർക്ക് ജോലിക്ക് കയറാൻ വേണ്ടി അവർ പ്രാപ്തരാക്കുന്ന പദ്ധതി. എന്തായാലും തോമസ് ഐസക് പ്രഖ്യാപിച്ച പദ്ധതി വൻ വിജയമാണ് മനു. യുവാക്കൾക്ക് ജോലി കിട്ടി. ഇപ്പം ജോലി ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെ ജോബ് സ്റ്റേഷനിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കാൽ അറിയാൻ സാധിക്കും. വിമർശിക്കുന്നവരുടെ വീട്ടിലും പലർക്കും ജോലി കിട്ടി തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മനു.